രാഹുൽ, നിങ്ങൾ മനസ്സിലാക്കാതെ പോയത്, നിങ്ങൾ പെയ്ഡ് പ്രൊമോഷനിലൂടെ കൊണ്ടുവന്ന സിനിമാ നടിമാരുടെ പുഞ്ചിരിയുടെ പ്രതിരോധത്തെ തകർക്കാനുള്ള ശേഷിയുണ്ട് ഇന്ന് ആ പെൺകുട്ടിയുടെ ശബ്ദരേഖയ്ക്ക്. അതിന്ന് കേരളത്തിലെ വീട്ടമ്മമാർ കേട്ടിട്ടുണ്ട്, സ്ത്രീകൾ കേട്ടിട്ടുണ്ട്, കോൺഗ്രസിലെ പ്രവർത്തകർ കേട്ടിട്ടുണ്ട്. സജിന എന്ന പെൺകുട്ടിയും കോൺഗ്രസിൽ, യൂത്ത് കോൺഗ്രസിലും KSUവിലും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും അത് കേട്ടിട്ടുണ്ട്. അവർ ഇതിനു മുൻപ് പലതവണ പരാതി അയച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവിന് KSU കാലത്ത് ഇയാൾ ചെയ്ത പീഡനത്തിൻ്റെ, ഇയാൾ ചെയ്ത ദ്രോഹത്തിൻ്റെ ഒരു പരാതി ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ട്. ഇതെനിക്കറിയാം വ്യക്തിപരമായി. പക്ഷേ ആ കുട്ടികൾക്കാരും ഇത് പറയാൻ ബുദ്ധിമുട്ടാണ്. വെള്ളായണിയിൽ ഒരു പോക്സോ കേസ് കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കരക്കമ്പി. അതുമായി ബന്ധപ്പെട്ട ആ കേസ് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർക്കിടയിൽ ന്യായം. എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചത്? കാരണം അവർക്ക് ബോധ്യമായിരുന്നു ഇതൊരു കേസല്ല എന്നവർക്കറിയാമായിരുന്നു. ഇതിനു മുൻപുള്ള മറ്റൊരു കേസും മാധ്യമപ്രവർത്തകർക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിൽ പരാതിയില്ല. അവിടെയും ഈ ഫ്രോഡുലന്റ് മീൻസിലൂടെയാണ് ഈ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തത്. പക്ഷേ പൊതുസമൂഹ മധ്യത്തിൽ ഈ സൈബർ അണികളുടെ ആക്രമണത്തിൽ തളർന്നു പോകുന്ന പെൺകുട്ടികളിൽ ഒരാളാവാൻ ആ കുട്ടി താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് പരാതിയായ കുട്ടി വന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം സഹിച്ച പെൺകുട്ടി ഭൂമി പിളർന്നു പോകുന്ന ഘട്ടത്തിൽ പോലും ആ പെൺകുട്ടി വന്ന് പറയേണ്ടതെന്ന് കാരണം ഈ പെയ്ഡ് പ്രൊമോഷൻ ടീമുകളുടെ നിരന്തരമായ പരിഹാസത്തെ തുടർന്നാണ്.